ഓർമ്മകളുടെ തേങ്ങലേറ്റ മണ്ണിൽ ആർപ്പും വിളിയുമായി വീണ്ടും ഒരു ഓണക്കാലം എത്തുകയായി. കാലം ഒരു വട്ടം മാത്രം കടം തന്ന എൻ്റെ കുട്ടിക്കാലം, അമ്മയുടെ ചുവടിനൊത്ത് നൃത്തം പിടിച്ച് നടന്നൊരു കാലം, ആദ്യ പ്രണയത്തിൻ്റെ നൊമ്പരമുള്ള ഒരു കുട്ടിക്കാലം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം. അമ്മ കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം, അരയാലിലയായി നാമം ചൊല്ലും പ്രായം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ഉണ്ണി, ഓണക്കോടി എടുക്കാൻ വന്നോളൂ. മോൻ ഈ കോടി എടുത്തേ. എനിക്കിത് വേണ്ട. അങ്ങനെ പറയല്ലേ മോനെ, ഓണമല്ലേ, ഓണത്തിന് നമ്മളെല്ലാരും ഓണക്കോടി എടുക്കണം. എന്തിനാ ഓണക്കോടി? അതോ, മോൻ കോടി എടുക്ക. കോടി എടുത്താൽ അമ്മ ഒരു കഥ പറഞ്ഞു തരാം. ഏതൊക്കഥ? ഓണത്തിന്റെ കഥ. ഓണത്തിന്റെ കഥയോ? എന്നെ പറ്റിക്കല്ലേ. എനിക്കഥ പറ. പണ്ട് പണ്ട്, വളരെ പണ്ട്. ഓ, അമ്മയുടെ സ്ഥിരം കഥ. പണ്ട് പണ്ട് എന്നെ പറ്റിക്കാതെ കഥ പറയാമേ. പണ്ട് പണ്ട്, വളരെ പണ്ട്, മഹാബലി എന്നൊരു മഹാരാജാവ് ഈ ഭൂമി വാണിരുന്നു. മഹാദാനശീലൻ, സത്യധർമ്മിഷ്ഠൻ, പട്ടിണിയും പരിവട്ടവും ഒന്നുമില്ലാത്ത ഒരു നല്ല കാലം. ജാതിയില്ല, മതമില്ല, കലഹമില്ല, എല്ലാവരും ഒന്നുപോലെ. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തെങ്ങാർക്കുമൊട്ടില്ലതാനും, കള്ളവുമില്ല ചതിവുമില്ല, എള്ളോളമില്ല പൊളിവചനം. വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമായി. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എന്നിട്ട് ആ രാജാവിന് എന്താ പറ്റിയമ്മേ? അതോ, രാജാവിൻ്റെയും പ്രജകളുടെയും സമ്പത്തിലും സമൃദ്ധിയിലും അസൂയാലുക്കളായ ദേവന്മാർ സാക്ഷാൽ വിഷ്ണു ഭഗവാനെ ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞു. എന്നിട്ട് വിഷ്ണുവിനെ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ഭൂമിയിലേക്ക് അയച്ചു. എന്നിട്ട് തനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ 3 അടി സ്ഥലം വേണമെന്ന് ബ്രാഹ്മണൻ രാജാവിനോട് അപേക്ഷിച്ചു. എന്നിട്ട് രാജാവ് ഇഷ്ടമുള്ള 3 അടി എടുത്തുകൊള്ളാൻ ആ ബ്രാഹ്മണനോട് പറഞ്ഞു. അപ്പോഴേക്കും ആ ബ്രാഹ്മണൻ വളർന്നു വളർന്ന് ഈ ഭൂമിയോളം വലിയ ഒരാളായി. ബ്രാഹ്മണൻ 1-ാമത്തെ ചുവടിന് ഈ ഭൂമിയും 2-ാമത്തെ ചുവടിന് ആകാശവും അളന്നു. എന്നിട്ട് 3-ാമത്തെ ചുവടിന് സ്ഥലം എവിടെയെന്ന് രാജാവിനോട് ചോദിച്ചു. ശരിയാണല്ലോ, 3-ാമത്തെ ചൂടിന്റെ സ്ഥലം എവിടെ? രാജാവിന് ചതി മനസ്സിലായി. എങ്കിലും തൻ്റെ സത്യസന്ധതയിലും അഭിമാനത്തിലും
അടിയുറച്ച് വിശ്വസിച്ച രാജാവ് മൂന്നാമത്തെ ചുവടിനായി ബ്രാഹ്മണന്റെ മുന്നിൽ തല താഴ്ത്തി കൊടുത്തു. ബ്രാഹ്മണൻ രാജാവിൻ്റെ തലയിൽ മൂന്നാമത്തെ ചുവടിനു വേണ്ടി തൻ്റെ കാലെടുത്തു വെച്ചു. എന്നിട്ട് പതിയെ രാജാവിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ തുടങ്ങി. അയ്യോ, അപ്പോൾ രാജാവ് ബ്രാഹ്മണനോട് പറഞ്ഞു, എല്ലാ വർഷവും ഒരു ദിവസം എനിക്ക് ഭൂമിയിൽ വന്ന് എൻ്റെ പ്രജകളെ കാണാൻ അനുവാദമുണ്ടാകണം. ബ്രാഹ്മണൻ സമ്മതിച്ചു. അങ്ങനെ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ മഹാബലി തമ്പുരാൻ നമ്മളെയൊക്കെ കാണാൻ വരുന്ന ദിവസമാണ് തിരുവോണം. അപ്പോൾ കോടിയുടുത്ത് ആട്ടവും പാട്ടുമായി നമ്മൾ തമ്പുരാനെ സ്വീകരിക്കുന്നു. ദേ ഇങ്ങനെ. ദൈവങ്ങൾ നല്ലതല്ലേ അമ്മേ? പിന്നെ എന്തിനാ പറ്റിച്ചത്? ഞാൻ കളിക്കാൻ പോവാ. അന്നു കണ്ടതെല്ലാം ഇന്നുമുണ്ടു കണ്ണിൽ, അന്നു കേട്ടതെല്ലാം ഇന്നുമുണ്ടു കാതിൽ. മറക്കുവതെങ്ങിനെ ആ മലർ വസന്തം, മറക്കുവതെങ്ങിനെ ആ മലർ വസന്തം. അന്നെന്റെ മാനസജാലകവാതിലിൽ, അന്നെന്റെ മാനസജാലകവാതിലിൽ മുട്ടി വിളിച്ചൊരു പെൺമുഖമിന്നും ഓർക്കുന്നു ഞാൻ. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. വൃശ്ചികരാവിൻ മച്ചകത്തന്നു ഞാൻ കണി കണ്ട ചന്ദ്രിക മായാതെ നിൽപ്പു. ആദ്യാനുരാഗമായുണർന്നു നിൽപ്പു, ആദ്യാനുരാഗമായുണർന്നു നിൽപ്പു. ഒരിക്കലും മായാത്തൊരിന്ദ്രധനുസ്സുപോൽ, ഒരിക്കലും മായാത്തൊരിന്ദ്രധനുസ്സുപോൽ അമ്മ എന്നിലിരിപ്പു അനുഗ്രഹമായി. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം.